അഷ്ടമംഗല്യം എന്താണെന്നറിയാം. ഏതൊരു മംഗളകർമ്മത്തെയും ദൈവികതയുമായി ബന്ധപ്പെടുത്തിയാണ് പരമ്പരാഗതമായി നമ്മൾ ആചരിച്ചു വരുന്നത്. ഈശ്വരൻ്റെ സാന്നിധ്യത്തിൽ നമ്മുടെ ജീവിതത്തിലെ വിശേഷപ്പെട്ട കാര്യങ്ങൾ നടത്തുമ്പോൾ നെടുനാൾ നീണ്ടു നിൽക്കുന്ന ഐശ്വര്യവും ഫലസിദ്ധിയും ലഭ്യമാകുന്നു. ദൈവസങ്കല്പത്തിൽ പ്രത്യേക തളികയിൽ ഒരുക്കുന്ന 8 കൂട്ടം വസ്തുക്കളെയാണ് അഷ്ടമംഗല്യം എന്ന് പറയുന്നത്. കേരളീയ ഹൈന്ദവ ആചാരക്രമം അനുസരിച്ച് മംഗളകരമായ കർമ്മങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും പ്രഥമ സ്ഥാനമാണ് അഷ്ടമംഗല്യത്തിനുള്ളത്. അഷ്ടമംഗല്യത്തിൽ ഗുരുവും സരസ്വതിയും വസിക്കുന്നു എന്നാണ് സങ്കല്പം. 8 മംഗളകരമായ വസ്തുക്കൾ ചേർന്നതാണ് അഷ്ടമംഗല്യം. ദേശ ആചാരമനുസരിച്ചും നടക്കുന്ന കർമ്മത്തിൻ്റെ സ്വഭാവമനുസരിച്ചും മറ്റും ഈ മംഗളവസ്തുക്കളിൽ പല മാറ്റങ്ങളും കണ്ടുവരാറുണ്ട്. ഓരോ മംഗളവസ്തുവും ഓരോ സൂചകങ്ങളാകുന്നു. അഷ്ടമംഗല്യ വസ്തുക്കളെപ്പറ്റി പല ഗ്രന്ഥങ്ങളിലും പല രീതിയിലാണ് പരാമർശിച്ചു കാണുന്നത്. കുങ്കുമച്ചെപ്പ്, ദർപ്പണം അല്ലെങ്കിൽ കണ്ണാടി, സ്വർണം, പുഷ്പം, അക്ഷതം അല്ലെങ്കിൽ നെല്ലും ഉണക്കലരിയും, ഫലം, താമ്പൂലം, ഗ്രന്ഥം എന്നിങ്ങനെയുള്ള 8 സാധനങ്ങളാണ് അഷ്ടമംഗല വസ്തുക്കൾ എന്ന് സാമാന്യമായി പറഞ്ഞു വരുന്നത്. ദീപം, കണ്ണാടി, സ്വർണം, ധാന്യപാത്രം, നെയ്യ്, വസ്ത്രം, പുസ്തകം, കുങ്കുമച്ചെപ്പ് ഇവ 8 അഷ്ടമംഗല്യത്തിൽ പെടുന്നത്. ഇവ ലൗകികാഷ്ടമംഗല്യങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വിവാഹങ്ങളിൽ വധുവിനെ കതിർമണ്ഡപത്തിലേക്ക് സ്വീകരിക്കുന്ന അവസരത്തിൽ അഷ്ടമംഗല്യം സാർവത്രികമായി ഉപയോഗിക്കുന്നു. കുരവ, കണ്ണാടി, ദീപം, കലശം, വസ്ത്രം, നിറനാഴി, മംഗലസ്ത്രീ, സ്വർണം എന്നിവ വിവാഹ ആവശ്യത്തിനു വേണ്ടി മാത്രമുള്ള അഷ്ടമംഗല്യമാകുന്നു. താമ്പൂലം, അക്ഷതം, അടയ്ക്ക, മരപ്പാത്രം, വസ്ത്രം, കണ്ണാടി, ഗ്രന്ഥം, ദീപം എന്നിവയും അഷ്ടമംഗല വസ്തുക്കളിലാണ് പെടുന്നത്. എന്തായാലും മേൽപ്പറഞ്ഞവയിലൊക്കെ ഉൾപ്പെട്ടു വരുന്നതായ മംഗളവസ്തുക്കളിൽ നിന്നും 8 തിരഞ്ഞെടുത്ത് അഷ്ടമംഗല്യം തയ്യാറാക്കാവുന്നതാണ്.